പ്രിയപ്പെട്ട അധ്യക്ഷൻ, ബഹുമാന്യനായ കേരളത്തിൻ്റെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും നിങ്ങളുടെ പ്രിയപ്പെട്ട എംഎൽഎയുമായ ശ്രീ കെ രാജൻ, ഇവിടെ മുഖ്യാതിഥിയായി എത്തിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മനോജ് കെ ജയൻ, മലയാളത്തിൻ്റെ സംഗീത രചയിതാവ് ഹരിനാരായണൻ, ജയരാജ് വാര്യർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പോൾ ചേട്ടൻ എന്ന് വിളിക്കുന്ന പോൾ ഇസാഫ്, നിങ്ങളുടെ കുട്ടികളുടെ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കളെ, ഞാൻ സ്പീക്കറായതിനു ശേഷം രണ്ടാം തവണയാണ് ഒല്ലൂരിൽ ഈ ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഒല്ലൂർ അസംബ്ലി മണ്ഡലത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമെല്ലാം വളരെ സവിസ്തരം തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ രാജൻ ഇവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങളെല്ലാം കൗതുകത്തോടെ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്നത് പോലെ നിയമസഭയിൽ അധ്യക്ഷതയായിരുന്നു ഞാനും അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ അവതരണ വൈഭവം അതാണല്ലോ ഒരു പൊതുപ്രവർത്തകന് ആവശ്യമായി വരുന്നത്. വളരെ മനോഹരമായി നിയമസഭക്കകത്ത് റവന്യൂ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന് അനിതര സാധാരണമായ പാഠകമാണ്. പലപ്പോഴും നിയമസഭക്കകത്ത് അശാന്തനായിരുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ എന്നെയും പ്രേരിപ്പിച്ചത്. നിയമസഭയിൽ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഇപ്പൊ അദ്ദേഹം 10-20 മിനിറ്റ് പ്രസംഗിച്ചു. അത്രയൊന്നും അദ്ദേഹം ചിലപ്പോൾ കിട്ടൂല. പക്ഷേ ചെയറിലിരിക്കുന്ന സ്പീക്കർക്ക് ചില ഡിസ്ക്രിപ്ഷണറി പവറുണ്ട്. വേണമെങ്കിൽ കട്ടാക്കാം, അല്ലെങ്കിൽ അവസരം കൊടുക്കാം. പക്ഷെ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇന്റർവ്യൂ ചെയ്യാറില്ല. അനർഘനിർഗളമായ ഒഴുക്കാണ് വാക്കിന്റെ. ഇവിടെ പ്രസംഗിച്ച കാര്യങ്ങളല്ല അവിടെ പറയേണ്ടത്. അവിടെ പറയേണ്ടത് റവന്യൂ ചട്ടങ്ങളും നിയമങ്ങളുമാണ്. റവന്യൂ ചട്ടങ്ങളും നിയമങ്ങൾ പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡാണ്. ഓരോ പട്ടയങ്ങളും പോക്കുവരവും റവന്യൂവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും വളരെ സങ്കീർണമാണ്. ആ സങ്കീർണമായ വകുപ്പിനെ ജനങ്ങൾക്ക് സ്വീകാര്യമാക്കി മാറ്റിയതും ജനങ്ങളുടെ വകുപ്പാക്കി മാറ്റിയതും ശ്രീരാജനാണ്. അതുമാത്രമല്ല, മനോഹരമായി അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും നാളെ രാജൻ അനുകരിച്ചാൽ ഞാൻ കുറ്റം പറയില്ല. രാജനാവാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഒരു എംബിഷൻ ഉണ്ടാവും. പത്തരത്തിൽ നിങ്ങൾക്ക് എംബിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നാളെ ഒരു പൊതുവിലേക്ക് ഏതായാലും അന്ന് എന്റെ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ എന്റെ എംഎൽഎ പ്രസംഗിക്കാൻ ഞാൻ കേട്ടു. അദ്ദേഹത്തെ പോലെ പ്രസംഗിക്കാനുള്ള വൈഭവം എനിക്ക് ഉണ്ടാവണേ. നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിച്ച് നിങ്ങൾ നാളെ പൊതു രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിൽ വന്നാൽ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. നിങ്ങളതിന്റെ ഭാഗമായി മാറുകയും ചെയ്യും. കേരള നിയമസഭ നിങ്ങൾക്കറിയാം, വളരെ സീനിയേഴ്സായ ഒരുപാട് പാർലമെന്റേറിയന്മാരും പ്രഗത്ഭന്മാരായ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇരിക്കുന്ന സദസ്സാണ്. അതിനകത്ത് വളരെ കൃത്യമായി ഇപ്പോൾ ഒരു കാര്യം പറയാം. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്മാർട്ടാക്കുകയാണ്, ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. അതിന് നാഷണൽ കോൺക്ലേവിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി. ഇന്ത്യക്ക് മാതൃകയാണ് റവന്യൂ വകുപ്പ്. ഇന്ത്യക്ക് മാതൃകയായി കേരളം മാറുമ്പോൾ ആ കേരളത്തിന്റെ റവന്യൂ വകുപ്പ് ഇന്ത്യക്ക് മാതൃകയുമാണ്. എല്ലാ പേപ്പർലെസ് ആക്കി മാറ്റി ഫിംഗർ ടിപ്പിൽ. അതാണ് ഫിംഗർ ടിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. ഡിജിറ്റൽ സർവേ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ തലത്തിലും 2025 പിന്നിടുമ്പോഴേക്കും കേരളത്തിന്റെ റവന്യൂ സ്മാർട്ട് റവന്യൂവായി മാറും. എല്ലാവർക്കും ഭൂമിയും എല്ലാ ഭൂമിക്കും രേഖയും എല്ലാവർക്കും പട്ടയവും എന്ന രീതിയിലേക്ക് റവന്യൂ വകുപ്പ് കുതിക്കുമ്പോൾ അതിന്റെ ക്യാപ്റ്റൻ ശ്രീ കെ രാജനാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട എംഎൽഎയാണ്. നിങ്ങൾ തെരഞ്ഞെടുത്തത് വളരെ കൃത്യമായി ചെയ്യുകയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് ആക്കുന്നുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്തില്ല, നിങ്ങളുടെ രക്ഷിതാക്കൾ വോട്ട് ചെയ്തത് വളരെ ആപ്റ്റ് ആയ വോട്ടാണ്. നിങ്ങളുടെ വോട്ട് രക്ഷിതാവിന്റെ പാഴയില്ല ഉറപ്പിച്ച് ഒരു സാമാജിക നിലയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇവിടെ ഇപ്പൊ നിങ്ങളിരിക്കുന്ന എന്റെ പ്രശ്നം കേൾക്കാനല്ല, എല്ലാ കണ്ണുകളും മനോജ് ചെയ്യാനില്ല. അങ്ങനെയാണ്. ഒരു സെലിബ്രിറ്റി വന്നാൽ പിന്നെ ഞങ്ങൾക്കൊന്നും ഇതിൽ റോളില്ല. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ബാക്കിലൂടെ വന്നത്? നിങ്ങളെല്ലാം എല്ലാം നോക്കി ഇങ്ങോട്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം വരും നിങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തിന്റെ രേഖാചിത്ര സിനിമ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതിൽ നല്ല റോൾ അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. അപ്പോൾ പൊതുവിൽ ഈ പൊതുപ്രവർത്തകർ, പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് ഇരിക്കുന്ന വേദിയിൽ ഒരു സിനിമാക്കാരൻ വന്നാൽ പിന്നെ നമ്മളതിന് പോകാം.
പിന്നെ നിങ്ങളുടെ കണ്ണും കാതും നിങ്ങളുടെ മനസ്സും ഒരുപോലെ പറയല്ല, എങ്ങനെയും നിർത്തൂ സഖാവേ, ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, ദീർഘനേരത്തെ പ്രസംഗം ഞാൻ എതിരില്ല. പിന്നെ നിങ്ങൾ മറ്റൊന്ന് കേൾക്കാനായി ജയരാജയുടെ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, തമാശക്കാരനെന്ന സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ അവശ്യമായി കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഞാൻ പറയുന്നു, അത് പോൾ ചേട്ടനാണ്, സെൽഫ് മെയ്ഡ് ബിസിനസ്മാനാണ്. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും അദ്ദേഹത്തെ റോൾ മോഡലാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. കാരണം സെൽഫ് മെയ്ഡാണ്. ഇപ്പൊ എല്ലാവരും എന്താ പറയാ, ഞങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി തരണം, അതൊക്കെ പറയാ PSC അതാണല്ലോ പൊതുവെ എല്ലാവരും ഇല്ല. ഇതങ്ങനെയല്ല, ഇത് സ്വയം ബിൽഡപ്പ് ചെയ്തൊരു ബിസിനസ് സംരംഭമാണ്. ആൻഡ്രോപ്രണർ സ്വയം ബിൽഡപ്പ് ചെയ്തൊരു ബിസിനസ് സംരംഭത്തിന്റെ ഉടമ. അതുകൊണ്ട് അദ്ദേഹത്തെ കേൾക്കാനും നിങ്ങൾ സമയം ചെലവഴിക്കണം. അതോടൊപ്പം കുട്ടികളെ കണക്ക്, ഇപ്പൊ എല്ലാം കുട്ടികളെ കണക്ക്. എന്താ കാരണം? എന്റെ മകന്റെ ഫോൺ വരും രാത്രി കഴിഞ്ഞാൽ, എല്ലാം നാളെ ലീവ് ഉണ്ടാവും. ഒരു 7 മണിയോടുകൂടിയാണ് റെഡ് അലർട്ടും ജില്ലകൾ ലീവ് പ്രഖ്യാപിക്കുക. ഞാൻ ഇന്ന് ലീവൊന്നുമില്ല വെക്കുന്നത്, എന്നാലും നോക്കുന്നത് കളക്ടർ വിളിച്ചു. അപ്പൊ ഈ കളക്ടറുമാണ് കുട്ടികൾ കളക്ടറാവുന്നത്. ഇപ്പൊ ഇവർക്ക് 3 മാസം നല്ല ഇവർ സ്റ്റാറാണ് കളക്ടർമാർ. ഈ 3 മാസം ഈ മൺസൂൺ കഴിയുന്നത് ഇവരുടെ കണ്ണും കാതും കേരളത്തിലെ കുട്ടികളെ ഈ കളക്ടർമാരല്ല. അതുകൊണ്ട് കളക്ടർമാരുടെ പേര് 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ അറിയും, 8ാം ക്ലാസ്സുകാരൻ അറിയും, 9ാം ക്ലാസ്സുകാരൻ അറിയും, 10ാം ക്ലാസ്സുകാരൻ അറിയും. കാരണം എന്താ? ഞാൻ പറയുമ്പോൾ ചിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ കാര്യം ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അറിയാതെ ചിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരെല്ലാം വ്യത്യസ്ത മേഖലയിൽ കഴിവും പ്രാപ്തിയും തെളിയിച്ചവരാണ്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചുരുക്കി സംസാരിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങളെല്ലാം കഠിനാധ്വാനം നടത്തി മികച്ച മാർക്ക് വാങ്ങിച്ച് A+ വാങ്ങിച്ചിരിക്കുന്നവരാണ്. അതിനർത്ഥം A+ കിട്ടാത്തവരുടെ മോശമെന്നല്ല കേട്ടോ. ഈ A+ കിട്ടാത്തവരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. A+ കിട്ടുന്നത് ഇതെന്തിനാ അനുമോദിക്കുന്നത്? നിങ്ങളെ എൻകറേജ് ചെയ്യാനാണ്. ഇനിയും മുന്നോട്ടേക്കുള്ള കുതിപ്പിന് നിങ്ങൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട MLA അവാർഡ് പ്രഖ്യാപിച്ച് നിങ്ങൾ ആദരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, SLCക്ക് എനിക്ക് ഡിസ്റ്റിങ്ഷൻ, പക്ഷെ പ്രീഡിഗ്രിക്ക് ഞാൻ തകർന്ന് തരിപ്പണമായിരുന്നു. ഏതാണ്ട് ഇംഗ്ലണ്ട് പര്യടനത്തിന് പോയ ഇന്ത്യയുടെ വാനക്കമ്പനി നിങ്ങൾക്കറിയാലോ, 3 വിക്കറ്റ്, 3rd വിക്കറ്റ് പാർട്ണർഷിപ്പ് ഞാൻ കാണുമ്പോൾ 400 റൺസാണ്. പിന്നെ നോക്കുമ്പോൾ എല്ലാം ഔട്ട് ചെയ്യും. അതുപോലെയായിരുന്നു എന്റെയൊക്കെ പ്രീഡിഗ്രി. നല്ല മാർക്ക് വാങ്ങിച്ച് SLCക്ക് വണ്ണം കോളേജ് ചേർന്നു, പ്രീഡിഗ്രി വണ്ണം കോളേജ് ചേർന്നു. പക്ഷേ പ്രീഡിഗ്രി സെക്കൻഡ് ഇയർ കഴിയുമ്പോഴേക്കും തകർത്ത്. ഇത് പറയാൻ കാരണം എന്താ? 10ാം ക്ലാസ്സിൽ A+ കിട്ടിയാൽ +2ലും എല്ലാം A+ കിട്ടും എന്ന് തെറ്റായ ധാരണ എനിക്ക് ഉണ്ടാകാൻ പാടില്ല. +2ൽ 1200 1300 കിട്ടിയാൽ എനിക്ക് ഗ്രാജുവേഷനും ഇതേപോലെ മാർക്ക് കിട്ടും എന്ന് തെറ്റായ ധാരണ ഉണ്ടാകാൻ പാടില്ല. കാരണം കിട്ടണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഡിസൈൻ ആഗ്രഹം ഉണ്ടാവണം, നിങ്ങൾക്ക് ഡ്രീം സ്വപ്നം ഉണ്ടാവണം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കീഴ്പ്പെടുത്താൻ മറ്റു മാർഗങ്ങളില്ല. ഹാർഡ് വർക്ക് മാത്രമാണ് മുന്നിലേക സൊല്യൂഷൻ. അത് നിനക്ക് 10ാം ക്ലാസ്സിലെ A+ അല്ലേ, അത് പ്രീഡിഗ്രി കിട്ടിക്കോളൂ, +2ന് കിട്ടിക്കോളൂ. +2ൽ 1200 1175 അതെന്നാ ഡിഗ്രിക്ക് കിട്ടും, കിട്ടൂല. കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള പ്രേരണ നൽകാനാണ് ശ്രീ K. രാജൻ ഇത്രയും വലിയൊരു സദസ്സിനെ വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ജെൻസിയാണ്, നിങ്ങൾക്ക് ശേഷം വരുന്നത് ജെൻ ആൽഫയാണ്, അതിനുശേഷം വരുന്നത് ജെൻ ബീറ്റയാണ്. ഞാനിവിടെ പ്രസംഗിക്കുമ്പോഴും ചിലരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അത് ജെൻ ആൽഫയുടെ പ്രത്യേകതയാണ്. നിങ്ങൾ സംസാരിക്കും. പിന്നെ നമ്മളൊക്കെ ക്ലാസ് മുറിയിൽ പ്രസംഗം തുടങ്ങുന്നുണ്ട്. പ്രശ്നം നിങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ ഏരിയയിൽ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. പേര് വിളിക്കാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പേരറിയാത്തതുകൊണ്ടാണ്. ക്ലാസ് മുറിക്കകത്തിരിക്കുന്നത് പോലെ കുറച്ച് സമയം ശ്രദ്ധിച്ചാൽ മതി. ഞങ്ങൾ അഡ്രസ് ചെയ്ത ജനറേഷൻ ജെൻസിയും ജെൻ ആൽഫയും ഇനി അഡ്രസ് ചെയ്യാൻ പോകുന്ന ജെൻ ബീറ്റയും ആയതുകൊണ്ട് ഞങ്ങൾ പുതിയ കാലത്തെ പൊതുപ്രവർത്തകർ അണ്ടർസ്റ്റാൻഡിംഗ് എന്താ? ഞങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ദീർഘനേരം പ്രസംഗിച്ചാൽ ആളങ്ങോട്ട് പോകും. നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടാകും. എന്താ മൊബൈൽ ഫോൺ? മുമ്പ് എങ്ങനെയാണ്? മുമ്പ് ഇങ്ങനെ കോട്ടുമായിട്ടൊക്കെ ആയിരിക്കും പ്രസംഗിക്കുന്നു. എങ്ങനെ എഴുതി? ഇന്ന് അങ്ങനെ വേണ്ട. ഇന്ന് ആദ്യം ഇങ്ങനെ പരണ്ടി കളിക്കും മൊബൈലുണ്ട്. എന്റെ പ്രസംഗം നിങ്ങൾക്ക് ബോറാവുന്നത് നിങ്ങൾ ഇങ്ങനെ പരണ്ടോ, പിന്നെയും ബോറാവുന്ന ഒന്നിങ്ങനെ വല്ലാതെ ചെവിയിൽ വെച്ചിട്ട് ആരും വിളിച്ചിട്ടുണ്ടാവില്ല, വെറുതെ തോന്നിയാണ്.
അത് അറിയുന്നുണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാതെ പരമാവധി ചുരുക്കി പ്രസംഗിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ കുറിച്ച് കാഴ്ചപ്പാടുണ്ടോ? ഇവിടെ പോകണോ? പണ്ട് അങ്ങനെയാണ്. അതല്ല, പണ്ട് പാരന്റ്സ് ഗൈഡ് ചെയ്യും എങ്ങോട്ട് പോകണം. ഇപ്പൊ അങ്ങനെയല്ല, പാരന്റ്സിന് കുട്ടികൾ ഗൈഡ് ചെയ്യും എങ്ങോട്ട് പഠിക്കണം. ഇപ്പൊ ഞാൻ പഠിച്ച ഗ്രാജുവേഷൻ ഇപ്പൊ വല്ല വിലയുള്ളൂ. ഞാൻ സയൻസ് പഠിച്ചാലോ ഡിഗ്രി ആർട്സിലേക്ക് പോയി, PG ഓരോ സംബന്ധിച്ചു. ഞാൻ അശാസ്ത്രീയമായ പ്രൊഡക്റ്റ് ഞാൻ പറയില്ല. ഇപ്പൊ ഏതൊക്കെ കോഴ്സുകൾ ക്യാമ്പസ് റൂമിൽ ഓഫീസിൽ കുട്ടികൾ ഏതാ പഠിക്കുന്നത്? ബയോ സയൻസ്, ബയോ മാത്സ്. ഇത് ഞങ്ങളുടെ കാര്യത്തിലുള്ളതല്ല. പിന്നീട് ന്യൂ ജനറേഷന്റെ ഭാഗമായി വന്ന കോഴ്സാണ് എന്താ? ബയോടെക്നോളജി, മൈക്രോ ബയോളജി. ഇപ്പോഴോ അത് മാറി. ഇപ്പൊ എന്താ? ഇപ്പൊ ഡാറ്റാ സയൻസ്, ഫോറൻസിക് സയൻസ്. ഇനി ഡാറ്റാ സയൻസും ഫോറൻസിക് സയൻസും കുറച്ച് ഉണ്ടാവില്ല. ഡാറ്റാ സയൻസും ഫോറൻസിക്കും മാറി ടിഷ്യൂ എഞ്ചിനീയറിംഗിലേക്ക് എത്തും. എന്താ ടിഷ്യൂ എഞ്ചിനീയറിംഗ്? ടിഷ്യൂ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇറച്ചി വേണം, ഇറച്ചി വേണം. ആ ഇറച്ചി ഇനി മൃഗങ്ങളെ വളർത്തണ്ട, നിങ്ങൾക്ക് ലാബിൽ നിന്ന് തന്നെ ഇറച്ചി ഉണ്ടാക്കാം. അതാണ് ടിഷ്യൂ എഞ്ചിനീയറിംഗിലൂടെ 35% വരുന്ന ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ലാബിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത്. അതേ രുചിയാണ് അത്രേ. അതാണ് ടിഷ്യൂ എഞ്ചിനീയറിംഗ്. ഇപ്പൊ ടെക്നോളജി മാറുന്നു, സയൻസ് അഡ്വാൻസ് ചെയ്യുന്നു, ടെക്നോളജി പുരോഗതി പ്രാപിക്കുന്നു. കുട്ടികൾ എന്ത് പഠിക്കണം? നിങ്ങൾ AI-യുടെ കാലല്ലേ? തള്ളവിടിയാ ബിടെക് മെയിൻ തള്ളു കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ. പിന്നെ ഇതിനെ തള്ളു AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കമ്പ്യൂട്ടർ സയൻസും ഡാറ്റാ സയൻസും പഠിക്കുന്ന ജനറേഷനാണ് ഇപ്പോഴത്തെ തലമുറ. ഡാറ്റ എന്നുള്ളത് ലോകത്ത് എണ്ണയേക്കാൾ വലിയ ഉൽപ്പന്നമായി മാറാൻ പോകും, വിലപിടിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം? നിങ്ങൾ തീരുമാനിക്കണം. എന്ത് പഠിച്ചാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ രാജൻ അടിവരയിട്ടൊരു ഭാഗമുണ്ട്. രാജൻ അണ്ടർലൈൻ ചെയ്ത ഭാഗത്ത് ഞാൻ വീണ്ടും ഒരടിവരയിടുന്നു. എന്ത് പഠിച്ചാലും നിങ്ങൾ നാളെ നല്ല മനുഷ്യനാകണം. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരോട് എംപതി, സിമ്പതി എന്ന് പറഞ്ഞാൽ അയ്യോ പാവം, അത് വളരെ എളുപ്പമാണ്. സിമ്പതി എന്ന് പറഞ്ഞാൽ അയ്യോ പാവ. നിങ്ങൾ ഉണ്ടാവേണ്ട വികാരം സിമ്പതി അല്ല, നിങ്ങൾ ഉണ്ടാകേണ്ട വികാരം എംപതി, സഹാനുഭൂതിയാണ്. കുട്ടികളെ പറ്റി പലരും കുറ്റം പറയുമ്പോൾ ഞങ്ങൾ പറയും കുട്ടികൾ, ഈ കാലത്തെ കുട്ടികൾ മോശക്കാരല്ല, ഈ കാലത്തെ കുട്ടികൾ എംപതറ്റിക് ആണ്. എംപതറ്റിക് ആണെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾ എത്ര വീട് വെച്ചു കൊടുത്തു NSSലൂടെ? ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ആരും വീട് വെച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കാലത്ത് പാവപ്പെട്ട കുട്ടികളിൽ ഉണ്ട്, ഞങ്ങൾ ആരും വെച്ചു കൊടുത്തില്ല. നിങ്ങളോ? നിങ്ങളുടെ കാലത്ത് നിങ്ങൾ എംപതിയുടെ ഭാഗമാണ് വീട് വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മനസ്സിലാക്കുന്നു. ഇനി മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ കുറിച്ച് ഒരു തറോ ആയ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഹൂ വാസ് ഹി, അല്ലെങ്കിൽ ഹൂ ഈസ് ഹി, ഹൂ ഈസ് ഷീ എന്ന മനസ്സിലുണ്ടാവണം. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് വളരാനും മുന്നേറാനും സാധിക്കണം. ശാസ്ത്രം പുരോഗതി പ്രാപിക്കും. നമ്മളിപ്പോ എവിടെയാ? ശുഭാംശു ശുക്ലയെ കുറിച്ച് പഠിക്കുന്നത് ആരാ? സ്പേസിലാ. ഒരു കണക്കിന് പ്രാദേശികം സംസാരിക്കുന്നില്ല. സെക്കൻഡ് അതിൽ ഇതിനടുത്തുണ്ടായിരുന്ന ആള് മലയാളിയാണ്, പ്രശാന്തമായ, പക്ഷെ അവസരം കിട്ടിയില്ല. സ്പേസിലുള്ളത്, സ്പേസിലിരുന്ന് നരേന്ദ്രമോദിയോട് സംസാരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് കാണുമ്പോൾ ഇത് ഒരുപോലെയാണ് സംസാരിക്കുന്നത്. സ്പേസിലാണ്. സ്പേസിൽ മനുഷ്യൻ പോകും. ഇവിടെ ചർച്ച എന്താ? കേരളത്തിൽ സൂമ്പ വേണോ വേണ്ടേ? എന്താ ഈ സൂമ്പ വേണ്ട എന്ന് പറയുന്ന മതപണ്ഡിതന്റെ കീശയിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും അങ്ങനെയുണ്ട്. സൂമ്പ ഡാൻസ്, സൂമ്പ എന്താ? ലേറ്റ് 90s കൊളംബിയയിൽ രൂപപ്പെട്ട എക്സസൈസും ഡാൻസും അടങ്ങിയ ഒരു പ്രോഗ്രാമാണ് സൂമ്പ. ആൽബർട്ടോ പെരസ് എന്നാണ് അതിന്റെ പേര്. അദ്ദേഹം ഒരു ഡാൻസ് മാസ്റ്ററായി. എന്താ ഇതിന്റെ ഉദ്ദേശം? നിങ്ങളുടെ മുടി മുതൽ നഖം വരെ അതിന്റെ ഭാഗമായി വ്യായാമത്തിൽ ഏർപ്പെടുന്നു. പറഞ്ഞു വരുന്ന മെഡിക്കൽ സയൻസിലെ അതോറിറ്റി എന്തെങ്കിലും അത് കൃത്യമായി 1 മണിക്കൂർ ചെയ്താൽ 700 കലോറി ബേൺ ചെയ്യുന്ന പറഞ്ഞ അതോറിറ്റി ഒന്നല്ല കേട്ടോ, മനസ്സിലാക്കിയ കാര്യമാണ്. അതിപ്പോ കളിച്ചുവിട്ടല്ല. സൂമ്പ കളിക്കണോ വേണ്ടേ? ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, മതപണ്ഡിതന്മാർക്ക് അഭിപ്രായം പറയാം. അതിനപ്പുറത്ത് മതപണ്ഡിതന്മാർ പറഞ്ഞാൽ പോയി പറവാണ് നോക്കും പറയുന്നത്. ഞാൻ ഈ സദസ്സിന് മുമ്പാകെ ബഹുമാനപ്പെട്ട ശിവൻകുട്ടിയോട് പറയുന്നു, ശക്തമായി മുന്നോട്ട് പോകണം. ഒരു മതപണ്ഡിതന്റെയും ഫത്വയുടെ മുന്നിൽ കേരളം കീഴടങ്ങാൻ പാടില്ല. കേരളത്തിന് മതനിരപേക്ഷതയുണ്ട്. ആണെന്ന് പറയാണ്ട് കളിക്കാൻ പറ്റില്ല. ഇതാരെ ചെന്നൈ സൂമ്പ കളിക്കാൻ പാടില്ല.
ആൺകുട്ടി എവിടെയാണ് അല്പവസ്ത്രം? ഞാൻ എല്ലാ വീഡിയോസും വളരെ ക്ലോസിൽ മോണിറ്റർ ചെയ്ത് എവിടെയാണ് അല്പവസ്ത്രം ഉള്ളത്? ആരാണ് അല്പവസ്ത്രം ധരിച്ച് തുള്ളുന്നത്? എന്തിനാണ് ഗവൺമെന്റ് അത്തരത്തിൽ തീരുമാനമെടുത്തത്? നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത്, നമ്മുടെ സ്കൂളിന്റെ പരിസരത്ത് കുട്ടികൾ വഴിമാറി സഞ്ചരിക്കുന്നു. പലതരത്തിലുള്ള അരാജക ശക്തികൾ അവർക്കിടയിൽ ഡ്രഗ്സ് കൊടുക്കുന്നു. കുട്ടികൾ അതിനകപ്പെടുന്നു. ആ കുട്ടികളെ റീറൂട്ട് ചെയ്യാൻ 2 മാർഗമാണ് സർക്കാർ കണ്ടെത്തിയത്. 1, സ്പോർട്സിലേക്ക് വഴിതിരിച്ചു വിടുക. 2, ആർട്സിലേക്ക് വിടുക. ആ സ്പോർട്സ് ആക്ടിവിറ്റീസിന്റെ ഭാഗമായി റിലാക്സേഷന് വേണ്ടി, റിലീഫിന് വേണ്ടി കുട്ടികളെ കൊണ്ട് സൂംബ കളിപ്പിക്കുമ്പോൾ ചിലർ വന്ന് പറയാ ഇവിടെ പറ്റില്ല. അതിനൊന്നും മുന്നിൽ ഈ നാട് വഴങ്ങാൻ പോകുന്നില്ല. ഈ നാടിന് മഹിതമായ മതേതര പാരമ്പര്യമുണ്ട്. ചില മതപണ്ഡിതന്മാർ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ എല്ലാത്തിനും അഭിപ്രായം പറയണ്ട. അഭിപ്രായം പറഞ്ഞു, പക്ഷെ അത് കേൾക്കണം എന്ന് പറഞ്ഞ് വാശിപ്പിക്കാൻ പാടില്ല. ഇതല്ലേ ഉണ്ടായത്? ഇപ്പൊ ചർച്ച അതല്ലേ? ബഹുമാനപ്പെട്ട മന്ത്രി അസന്നിഗ്ധമായി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു, ഞങ്ങൾ മുമ്പോട്ട് പോകും. എന്താ കുഴപ്പം? എന്താണ് ഇതിന്റെ പോരായ്മ പറയണ്ടേ? കേരളം പോലൊരു മതനിരപേക്ഷ സെക്യുലർ ഫാബ്രിക്കിനകത്ത് ആ സെക്യുലർ ഫാബ്രിക്കിന്റെ കളങ്കമേൽപ്പിക്കാൻ നിങ്ങൾ ആലോചിക്കണം. ഇത് ബഹുസ്വരതയാണ്. ബഹുസ്വരതയുടെ നാട്ടിൽ മതപണ്ഡിതരുടെ അഭിപ്രായം പറയുമ്പോൾ പക്വതയും പാകതയും കാണിക്കണം. പക്വതയും പാകതയും കാണിക്കാതെ അല്പജ്ഞാനം വെച്ച് ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെ ഏറ്റവും പുരോഗമന വീക്ഷണമുള്ള മതമാണ്. ആ മതത്തിന്റെ പേരിൽ ചില പണ്ഡിതന്മാർ വന്നെന്ന് അഭിപ്രായം പറയാണ്. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം അർഹിച്ചവജ്ഞയോട് കേരളം തള്ളും. അത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹവും രക്ഷിതാക്കളും തള്ളുമെന്ന കാര്യത്തിൽ ഒരു സംശയമിരിക്കില്ല. തള്ളണം. ഞാൻ രാജനോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ കുറച്ച് ഗ്യാപ്പിന്റെ ഇവിടെ തന്നെ നമുക്ക് സൂമ്പ് കളിക്കരുത്. ഒരു പ്രതീകാത്മകമായി ഇവിടെ ഇപ്പം എല്ലാവരും കളിക്കാൻ നല്ല മൈക്കൊക്കെയാണ്, പാട്ട് വെച്ചെങ്കിലും തോന്നൂലേ? പക്ഷെ നിങ്ങളെ കാണിക്കാൻ ആളില്ല. ഒരു ട്രെയിനറെ കൂടി വെച്ചിട്ട് ഒരു പ്രതീകാത്മകങ്ങൾ ചെയ്യണമായിരുന്നു. പോട്ടെ, ഏതായാലും ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്തു. ഏതായാലും ക്യാമ്പസുകൾ എന്താ നമ്മൾ ചർച്ച ചെയ്യാൻ കാരണം? കേരള നിയമസഭ 2 അടിയന്തര പ്രമേയങ്ങൾ അടുപ്പിച്ചെടുത്തു. 1 ഡ്രഗ്സിന്റെ ഉപയോഗം തന്നെയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കണം. അതിൽ സർക്കാരിനെ പിന്തുണക്കാൻ പ്രതിപക്ഷം തയ്യാറാവണം. 1ാമത്തെ അടിയന്തര പ്രമേയമാണ്. 2ാമത്തെ അടിയന്തര പ്രമേയം വീണ്ടും വന്നു. അതിൽ വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ 2 പക്ഷവും ചർച്ച ചെയ്തു. ഭരണപക്ഷവും പ്രതിപക്ഷവും ചില തർക്കങ്ങളുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് ദ ടൈം ടു quarrel, this is time to work together. 2 പേര് യോജിച്ചു. മുഖ്യമന്ത്രി സഭയ്ക്ക് ഉറപ്പ് നൽകി, ഈ മഹാദുരന്തത്തെ, ഈ മഹാമാരിയെ മാറ്റി നിർത്താൻ, കേരളത്തിൽ ഇല്ലാതാക്കാൻ കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി നിലനിൽക്കും. അതിന് സർക്കാരിന്റെ ഭാഗത്ത് എന്തെല്ലാം പരിശ്രമമാണോ എല്ലാം ചെയ്യും. യുവജന സംഘടനകളെ വിളിച്ചു, വിദ്യാർത്ഥി സംഘടനകളെ വിളിച്ചു, അധ്യാപക സംഘടനകളെ വിളിച്ചു, മതപണ്ഡിതന്മാരെ വിളിച്ചു. എന്നിട്ട് അവസാനം എത്തിച്ചേർന്ന നിഗമനമാണ്, സ്കൂൾ കുട്ടികളുടെ സമയത്ത് ഒരല്പസമയം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെച്ച് അവരുടെ ഈ മെന്റൽ റിലാക്സേഷന് വേണ്ടി മുൻകൈ എടുക്കണം. അതിന്റെ ഭാഗമാണിത്. അതുകൊണ്ട് ഇത് നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകൾ, സ്കൂളുകൾ എല്ലാം നേരിടുന്ന മഹത്തായ പ്രശ്നം ഇത് തന്നെയാണ്. അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം എന്നാണ് സൂചിപ്പിക്കണം. ഞാൻ ഇപ്പൊ തന്നെ സമയം ദീർഘിച്ചു പോയി. കാരണം നിങ്ങളൊക്കെ വളരെ അറ്റൻറ്റീവാണ്. ഈ അറ്റൻറ്റീവായ സദസ്സിനെ കാണുമ്പോൾ കുറച്ച് പ്രസംഗിച്ചു. അതുകൊണ്ടാണ് ഈ പൊതുപ്രവർത്തകന്മാർ പ്രസംഗിക്കുന്ന ആളുകൾ ഞാൻ നിറഞ്ഞുകൊണ്ടിരുന്നത്. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. രാജന്റെ ഇനീഷ്യേറ്റീവില്ല. എല്ലാവരും നാളെയും ഓർക്കും. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം വരുന്ന പൊതുപരീക്ഷയാണ് SSLC. ഫസ്റ്റ് പബ്ലിക് എക്സാം ആണ്. സെക്കൻഡ് പബ്ലിക് എക്സാം +2 ആണ്. +2 ഒരു ക്രോസ് റോഡാണ്. ക്രോസ് റോഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ വഴിമാറി സഞ്ചരിക്കും. പല ഭാഗത്തേക്ക് പോകും. ചിലർ ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ പോകും, ചിലർ സയൻസ് പഠിക്കാൻ പോകും, ചിലർ ബിടെക് പഠിക്കാൻ പോകും, ചിലർ മറ്റ് MBBS പോകും. ഇങ്ങനെ പല വഴി തിരഞ്ഞെടുക്കും. അതുകൊണ്ട് ക്രോസ് റോഡിലെത്തിയവർ, SSLC പാസ്സായവർ വളരെ കൃത്യമായി മുന്നോട്ടേക്ക് പ്ലാൻ തയ്യാറാക്കി തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളതിന് പ്രാപ്തമാക്കിയ രക്ഷിതാക്കൾ, നിങ്ങളുടെ ടീച്ചർമാർ, അവരെല്ലാം കേരള നിയമസഭയ്ക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട്, അവർക്കെല്ലാം പിന്തുണ നൽകിയ രക്ഷിതാക്കളെ അഭിനന്ദിച്ചുകൊണ്ട് ഉന്നത വിജയം കരസ്ഥമാക്കി ആദരവ് ഏറ്റുവാങ്ങാനെത്തിയ ഉള്ളൂർ മണ്ഡലത്തെ മുഴുവൻ മിടുക്കന്മാരെയും മിടുക്കികളെയും
കേരള നിയമസഭ ഒരിക്കൽ കൂടി അഭിനന്ദിച്ച് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടാകുകയാണ്.